നെറ്റ്ഫ്ലിക്സിൻ്റെ ജനപ്രിയ വെബ് സീരീസായ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഫൈനൽ സീസണായ 5ാം സീസൺ റിലീസിനൊരുങ്ങുകയാണ്. 4 എപ്പിസോഡുകൾ അടങ്ങിയ വോളിയം 1 നവംബർ 26-നും 3 എപ്പിസോഡുകൾ അടങ്ങിയ വോളിയം 2 ഡിസംബർ 25-നും 8ാമത്തെ ഫൈനൽ എപ്പിസോഡ് ന്യൂ ഇയേഴ്സ് ഈവായ ഡിസംബർ 31-നുമാണ് റിലീസ് ചെയ്യുക. ഇവയിൽ ചില എപ്പിസോഡുകൾ 2 മണിക്കൂറിൽ കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ. ആരാധകരുടെ 3 വർഷത്തെ കാത്തിരിപ്പാണ് നവംബർ 26-ഓടെ അവസാനിക്കുന്നത്. സ്ട്രേഞ്ചർ തിങ്സ് ഫൈനൽ സീസൺ കാണുന്നതിന് മുമ്പ് അറിയേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അമേരിക്കയിലെ ഇൻഡിയാന സംസ്ഥാനത്തുള്ള ഹോക്കിൻസ് എന്ന ചെറിയ പട്ടണത്തിലാണ് കഥ നടക്കുന്നത്. സുഹൃത്തുക്കളായ മൈക്ക്, ലൂക്കസ്, ഡസ്റ്റിൻ എന്നിവരോടൊപ്പം ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് കളിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇരുണ്ട കാട്ടിൽ നിന്ന് ഡെമോഗോർഗൺ എന്ന ഭീകരജീവി വിൽ ബയേഴ്സ് എന്ന 12-കാരനെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോകുന്നു. വില്ലിൻ്റെ അമ്മയായ ജോയ്സ് ബയേഴ്സും സഹോദരൻ ജൊനാഥനും വില്ലിനെ തിരയാൻ ആരംഭിക്കുന്നു. ഒടുവിൽ ജോയ്സ് പോലീസ് ഓഫീസർ ചീഫായ ജിം ഹോപ്പറിന് പരാതി നൽകുന്നു. അതേസമയം വില്ലിൻ്റെ സുഹൃത്തുക്കളായ മൈക്ക്, ലൂക്കസ്, ഡസ്റ്റിൻ എന്നിവർ അന്വേഷണത്തിനിടെ 11 എന്ന പെൺകുട്ടിയെ കണ്ടെത്തുന്നു. അവളുടെ കയ്യിൽ 011 എന്ന് എഴുതിയിരിക്കുന്നു. മൈക്ക് വീട്ടുകാർ അറിയാതെ അവളെ വീട്ടിൽ താമസിപ്പിക്കുന്നു. 11 ഹോക്കിൻസ് നാഷണൽ ലബോറട്ടറിയിൽ പരീക്ഷണത്തിനിരയായിരുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് ചില സൈക്കിക് പവേഴ്സ് ഉണ്ട്. ലബോറട്ടറിയിൽ നിന്നും രക്ഷപ്പെട്ട തന്നെ തേടി ആളുകൾ നടക്കുകയാണെന്ന് അവൾ അവരോട് പറയുന്നു. എന്നാൽ അവൾ വില്ലിനെ ഫോട്ടോയിൽ നിന്നും തിരിച്ചറിയുകയും വിൽ അപ്സൈഡ് ഡൗൺ എന്നൊരു പാരലൽ ഡയമെൻഷനിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് അവരോട് പറയുന്നു. അവിടെ ഡെമോഗോർഗൺ എന്ന ഭീകരജീവി ഉണ്ടെന്നും പറയുന്നു. ജോനാഥന് മൈക്കിൻ്റെ സഹോദരിയായ നാൻസി വീലറെ ഇഷ്ടമാണെങ്കിലും നാൻസി സ്റ്റീവുമായി പ്രണയത്തിലാണ്. സ്റ്റീവിൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന പാർട്ടിക്കിടെ നാൻസി തൻ്റെ സുഹൃത്തായ ബാർബിനെ ഒറ്റയ്ക്കാക്കുകയും പൂളിൽ വെച്ച് ബാർബ് അപ്രത്യക്ഷയാവുകയും ചെയ്യുന്നു. അപ്സൈഡ് ഡൗണിൽ എത്തിയ അവളെ ഡെമോഗോർഗൺ കൊല്ലുന്നു. ഇതേ സമയം ജോയ്സിന് അജ്ഞാത ഫോൺ കോളുകൾ ലഭിക്കുന്നു. വീട്ടിലെ വിളക്കുകൾ വഴി വിൽ തൻ്റെ അടുത്തേക്ക് സന്ദേശങ്ങൾ അയക്കുകയാണെന്ന് അവൾ വിശ്വസിക്കുന്നു. അങ്ങനെ അവൾ മതിലുകളിൽ ക്രിസ്മസ് ലൈറ്റുകൾ കെട്ടി വിൽ തൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒടുവിൽ ചുമരിലെഴുതിയ അക്ഷരമാല ഉപയോഗിച്ച് വില്ലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനിടെ ഡെമോഗോർഗൺ ഭിത്തി പൊളിച്ചു വരുന്നു. അതേസമയം ജിം ഹോപ്പർ തൻ്റെ അന്വേഷണത്തിലൂടെ ലാബിലെ രഹസ്യ പരീക്ഷണങ്ങളെക്കുറിച്ചറിയുന്നു. പരീക്ഷണങ്ങൾക്ക് വേണ്ടി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഡോക്ടർ മാർട്ടിൻ ബെർണറെക്കുറിച്ചും അറിയുന്നു. 11 പപ്പ എന്ന് വിളിക്കുന്ന ഡോക്ടറാണ് ഡോക്ടർ മാർട്ടിൻ ബെർണർ. വില്ലിൻ്റെ മിസ്സിങ്ങിന് ഈ ലാബിന് പങ്കുണ്ടെന്ന് ഹോപ്പർ സംശയിക്കുന്നു. പാറമടയ്ക്കടുത്തുള്ള കുളത്തിൽ നിന്നും വില്ലിൻ്റെ ബോഡി ലഭിക്കുന്നു. എന്നാൽ വില്ലിൻ്റെ ബോഡി ഫേക്കാണെന്ന് ഹോപ്പർ തിരിച്ചറിയുകയും ലാബിലെത്തിയ ഹോപ്പർ അവിടെ വെച്ച് 11 വരച്ച ചിത്രം കാണുകയും ചെയ്യുന്നു. ഹോപ്പർ ജോയ്സിനൊപ്പം 11ൻ്റെ അമ്മയെ കണ്ടെത്തുന്നു. അമ്മയ്ക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടെന്ന് അവരുടെ സഹോദരി അവരോട് പറയുന്നു. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ 11ൻ്റെ അമ്മയിൽ നടത്തിയ പരീക്ഷണങ്ങൾ പരാജയപ്പെടുകയും പിന്നീട് ലാബിൽ വെച്ചുള്ള ടെസ്റ്റിൽ 11 സൈക്കിക് ശക്തി ലഭിച്ചതായി അവർ കണ്ടെത്തുകയും ചെയ്തു. ബാർബ് മിസ്സാകുന്നതിന് മുമ്പ് ജൊനാഥൻ അവളുടെ ഫോട്ടോ എടുത്തിരുന്നു. നാൻസിക്കൊപ്പം ഫോട്ടോ പരിശോധിച്ചപ്പോൾ ആ ഫോട്ടോയിൽ അവർ ഒരു ഭീകരജീവിയെ കാണുന്നു. അങ്ങനെ അവർ ആ ഭീകരജീവിയെ തേടി നടക്കുന്നു. നാൻസി കാട്ടിൽ വെച്ച് ഒരു മരപ്പൊത്തിലൂടെ അപ്സൈഡ് ഡൗണിൽ എത്തുകയും അവിടെ വെച്ച് ഡെമോഗോർഗണിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നു. 11 റേഡിയോ ഉപയോഗിച്ച് അപ്സൈഡ് ഡൗണിൽ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. പവർഫുൾ റേഡിയോ യൂസ് ചെയ്യാൻ അവർ 11 സ്കൂളിൽ എത്തിക്കുന്നു. ബട്ട് മിഷൻ ഫെയിൽഡ്. സ്കൂളിൽ വെച്ച് മൈക്ക് ഒരു ചെക്കനുമായി ഫൈറ്റ് ചെയ്യുകയും 11 അവനെ രക്ഷിക്കുകയും ചെയ്യുന്നു. പുറത്തു വെച്ച് അവൻ മൈക്കിനെ ആക്രമിക്കുകയും പാറമടയിലേക്ക് വീഴുന്ന മൈക്കിനെ 11 രക്ഷിക്കുകയും ചെയ്യുന്നു. 11 അവരെ ആക്രമിക്കുന്നു. തിരിച്ചു പോകുന്നതിനിടയിൽ 11 ലാബ് ടീമിൻ്റെ കണ്ണിൽപ്പെടുന്നു. അവർ വാനിൽ 11നെ പിന്തുടരുന്നു. 11 സൈക്കിക് പവർ ഉപയോഗിച്ച് വാൻ മറച്ചിടുന്നു. അങ്ങനെ അവർ എല്ലാവരും വില്ലിൻ്റെ വീട്ടിൽ ഒത്തുചേരുന്നു.
ഒരു സെൻസറി ഡെപ്രിവേഷൻ ടാങ്ക് ഉപയോഗിച്ച് 11 വില്ലിനെ കണ്ടെത്തുന്നു. ഹോപ്പറും ജോയ്സും ലാബിലെ പോർട്ടിലൂടെ അപ്സൈഡ് ഡൗണിലേക്ക് പോകുന്നു. ബ്ലഡിനോട് അട്രാക്റ്റഡ് ആയ ഡെമോഗോർഗനെ വരുത്താൻ അവരുടെ കൈ മുറിക്കുന്നു. സ്റ്റീവ് അവിടെ എത്തുന്നതിനോടൊപ്പം ഡെമോഗോർഗനും അവിടെ എത്തുന്നു. ഡെമോഗോർഗന്റെ കയ്യിൽ നിന്നും അവർ രക്ഷപ്പെടുന്നു. ഇതേസമയം ഹോപ്പറും ജോയ്സും വില്ലിനെ അപ്സൈഡ് ഡൗണിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. ലാബ് ടീം സ്കൂളിൽ വെച്ച് 11 വളയുന്നു. എന്നാൽ 11 സൈക്കിക് പവർ ഉപയോഗിച്ച് അവരെ കീഴ്പ്പെടുത്തുന്നു. പവർ കൂടുതൽ യൂസ് ചെയ്തതിനാൽ അവളുടെ മൂക്കിൽ നിന്നും രക്തം വന്ന് അവൾ ബോധം കെടുന്നു. രക്തത്തിൽ അട്രാക്റ്റഡ് ആയ ഡെമോഗോർഗൻ അവിടെ എത്തി ഡോക്ടർ ഉൾപ്പെടെയുള്ള ലാബ് ടീമിനെ മൊത്തം കൊല്ലുന്നു. പിന്നെ ഡെമോഗോർഗൻ കുട്ടികളുടെ പിന്നാലെ വരുന്നു. എന്നാൽ 11 സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഡെമോഗോർഗനെ നശിപ്പിക്കുന്നു. വില്ലിന് ബോധം തിരിച്ചു കിട്ടുന്നു. എന്നാൽ വാഷ് ബേസിൽ വെച്ച് അവൻ്റെ വായിൽ നിന്നും ഡെമോഗോർഗൻ സ്ലഗിനെ ഛർദ്ദിക്കുന്നിടത്ത് ആദ്യ സീസൺ അവസാനിക്കുന്നു. സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 2. ഡിഗ് ഡഗ് ഗെയിമിൽ ഡസ്റ്റിൻ്റെ ടോപ്പ് സ്കോർ മാഡ് മാക്സ് എന്ന പേരിൽ ആരോ തോൽപ്പിച്ചത് അവരറിയുന്നു. എന്നാൽ വില്ലിനെ അപ്സൈഡ് ഡൗണിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും വേട്ടയാടുകയാണ്. ഹോപ്പറും ജോയ്സും അവനെ ഹോക്കിങ്സ് ലാബിലെ നല്ലൊരു ഡോക്ടറുടെ അടുത്ത് കാണിക്കുന്നു. അപ്സൈഡ് ഡൗൺ പോർട്ടൽ നശിപ്പിക്കുന്ന പ്രവൃത്തിയും അവിടെ നടക്കുന്നുണ്ട്. അവരുടെ ക്ലാസ്സിൽ മാക്സീൻ എന്നൊരു പുതിയൊരു പെൺകുട്ടി ജോയിൻ ചെയ്യുന്നു, മാഡ് മാക്സ്. ജോയ്സ് ബോബുമായി ഡേറ്റിംഗ് ആണ്. ബാർബിൻ്റെ പാരൻസ് അവളുടെ മിസ്സിംഗ് കേസ് ഒരു ഡിറ്റക്റ്റീവിനെ ഏൽപ്പിച്ച വിവരം നാൻസിയോട് പറയുന്നു. 11 ഹോപ്പറിൻ്റെ വീട്ടിൽ രഹസ്യമായി കഴിയുകയാണ്. ലാസ്റ്റ് സീസണിൽ ഡെമോഗോർഗനെ കൊന്ന ശേഷം അവൾ മൈക്കിൻ്റെ വീട്ടിലെത്തിയെങ്കിലും അവിടെ പോലീസിനെ കണ്ട് രക്ഷപ്പെടുന്നതിനിടെ ഹോപ്പറിൻ്റെ മുന്നിൽ പെടുകയായിരുന്നു. സ്കൂളിൽ വെച്ച് പിള്ളേർ മാക്സിനെ പരിചയപ്പെടുന്നു. മാക്സിന് ഒരു ബ്രദറുണ്ട്, ബില്ലി. ബില്ലി ആങ്കർ ഇഷ്യൂസ് ഒക്കെയുള്ള ക്യാരക്ടറാണ്. ബാർബിനെ നഷ്ടപ്പെട്ട വിഷമത്തിൽ നാൻസി മദ്യപിക്കുകയും സ്റ്റീവിനെ ബ്രേക്കപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇതേസമയം ഡസ്റ്റിൻ ഒരു അപൂർവ ജീവിയെ കണ്ടെത്തുന്നു. ഡാർട്ട് എന്ന് പേരിട്ട ജീവിയെ അവൻ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നു. എന്നാൽ വിൽ ആ ജീവിയെ തിരിച്ചറിയുന്നു. അത് പെട്ടെന്ന് വലുതാകുന്നത് കണ്ടപ്പോൾ അവർ അതിനെ കൊല്ലാൻ ശ്രമിക്കുകയും അത് അവിടുന്ന് രക്ഷപ്പെടുന്നതിനിടെ ഡസ്റ്റിൻ്റെ പിടിയിലാവുകയും ഡസ്റ്റിൻ അതിനെ മറ്റുള്ളവർ അറിയാതെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. വിൽ വീണ്ടും അപ്സൈഡ് ഡൗൺ ഓർമ്മകളിലേക്ക് പോകുന്നു. അവിടെ ഒരു ഷേഡോ മോൺസ്റ്റർ അവനെ ആക്രമിക്കുന്നു. പെട്ടെന്ന് അവൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നു. ജോയ്സ് അവനോട് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞപ്പോൾ അവൻ തണുത്തിരിക്കാനാണ് ഇഷ്ടമെന്ന് പറയുന്നു. വിൽ തൻ്റെ ഓർമ്മകളെ വരയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്സൈഡ് ഡൗണിലെ ചിത്രങ്ങൾ മത്തങ്ങ വള്ളികൾ പോലെ കാണപ്പെടുന്നു. ഹോപ്പർ മത്തങ്ങ തോട്ടത്തിലെത്തി കുഴിക്കുന്നു. കുഴിക്കടിയിൽ ഒരു വലിയ ടണൽ കാണുകയും ഹോപ്പർ അവിടെ കുടുങ്ങുകയും ചെയ്യുന്നു. ജോയ്സ് ചിത്രങ്ങളിലൂടെ ക്ലൂ കണ്ടെത്തുന്നതിനിടെ ബോബ് അങ്ങോട്ട് വരുന്നു. പസിൽ സോൾവ് ചെയ്യാൻ ഇഷ്ടമുള്ള ബോബ് ജോയ്സിനെ സഹായിക്കുന്നു. ഒടുവിൽ ബോബ് ഹോപ്പർ കുടുങ്ങിയ ഭാഗം കണ്ടെത്തുകയും അവർ ഹോപ്പറിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ലാബുകാർ അവിടെ തീയിടാൻ തുടങ്ങിയപ്പോൾ വില്ലിന് സീഷ്വർ സംഭവിക്കുന്നു. 11 ഹോപ്പറിന്റെ ഫയലുകളിലെ വിവരങ്ങൾ വെച്ച് തൻ്റെ അമ്മയെ കണ്ടെത്താൻ പോകുന്നു. ഓർമ്മകൾ നഷ്ടപ്പെട്ട തൻ്റെ അമ്മയോട് അവൾ തൻ്റെ സൈക്കിക് എബിലിറ്റി ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവൾ തൻ്റെ പാസ്റ്റ് കാണുന്നു, ബ്രീത്ത്, സൺഫ്ലവർ, റെയിൻബോ. സ്റ്റീവുമായുള്ള ബ്രേക്കപ്പിന് ശേഷം നാൻസി ജൊനാഥനൊപ്പം ബാർബിൻ്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ തുടങ്ങുന്നു. അപ്സൈഡ് ഡൗൺ നശിപ്പിക്കുന്നതിനാൽ ലാബ് സയൻറ്റിസ്റ്റ് അവരെ പോർട്ടലിലേക്ക് കയറാനുള്ള ശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. അങ്ങനെ അവർ ബാർബിൻ്റെ ഡിറ്റക്റ്റീവിൻ്റെ അടുത്തെത്തുന്നു. അവർ തങ്ങളുടെ ഫൈൻഡിങ്സ് അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഡിറ്റക്റ്റീവ് മുറെ അവരുടെ കഥയിൽ കൺവിൻസ്ഡ് ആവുകയും ആ ലാബിനെ എക്സ്പോസ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ജോനാഥനും നാൻസിയും ഡേറ്റിംഗ് ആണോ എന്ന ഡിറ്റക്റ്റീവിൻ്റെ ചോദ്യത്തിൽ അവർ രണ്ടുപേരും പതറുന്നു. എന്നാൽ അവർ ആദ്യം അത് നിഷേധിച്ചെങ്കിലും അന്ന് രാത്രി തന്നെ സെറ്റാവുന്നു. തൻ്റെ വളർത്തുപൂച്ചയെ കൊന്ന ഡാർട്ടിനെ തേടിപ്പോയ ഡസ്റ്റിൻ സ്റ്റീവിൻ്റെ മുന്നിലെത്തുന്നു. അങ്ങനെ ഡസ്റ്റിൻ സ്റ്റീവിനെ കൂടെ കൂട്ടുന്നു. അവരുടെ രഹസ്യ സംഭാഷണങ്ങളിൽ അസ്വസ്ഥയായ മാക്സിനോട് ഒടുവിൽ ലൂക്കസ് എല്ലാം തുറന്നു പറയുന്നു. എന്നാൽ മാക്സ് ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഒടുവിൽ ലൂക്കസ് മാക്സിനെയും കൂട്ടി ആ ജീവിയെ പിടിക്കാൻ ഡസ്റ്റിൻ്റെ അടുത്തെത്തുന്നു. എന്നാൽ ഡാർട്ട് വലുതായി ഡെമോഗോർഗനായി അവരെ ആക്രമിക്കുന്നു. ആ പോർട്ടൽ മൊത്തം നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ വില്ലിന് അസ്വസ്ഥത അനുഭവപ്പെടുന്നു. ഒടുവിൽ വിൽ അവർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കുന്നു. ഇവിടെയുള്ള ബിഗ് മദർ ബ്രെയിൻ നശിച്ചാൽ ഷാഡോ മോൺസ്റ്റർ മരിക്കുമെന്ന് വിൽ പറയുന്നു. എന്നാൽ ലാബ് ടീമിനെ അവിടെ വെച്ച് ഡെമോഗോർഗൻ കൊല്ലുന്നു. തൻ്റെ അമ്മയുടെ ഓർമ്മയിൽ കണ്ട പെൺകുട്ടിയെ തേടി 11 ചിക്കാഗോയിൽ എത്തുന്നു. അവിടെ വെച്ച് ഒരു ഗ്യാങ്ങിൽ നമ്പർ 8 എന്ന
അവളുടെ ഓർമ്മയിലെ പെൺകുട്ടിയെ അവൾ കണ്ടുമുട്ടുന്നു. അവൾക്ക് ഇല്യൂഷൻസ് ഉണ്ടാക്കാനുള്ള എബിലിറ്റിയാണുള്ളത്. ഹോക്കിങ്സ് ലാബിലെ സയന്റിസ്റ്റുകളെ കൊല്ലുകയാണ് 8ന്റെയും ഗാങ്ങിന്റെയും ലക്ഷ്യം. കൊലയ്ക്ക് കൂട്ടുനിൽക്കാൻ 11 ആദ്യം വിസമ്മതിച്ചെങ്കിലും അവളുടെ അമ്മയെ ഷോക്കടിപ്പിച്ച ആളെ കണ്ടതും അവൾ അവരുടെ കൂടെ പോകുന്നു. അവർ അയാളെ കണ്ടെത്തുന്നു. അയാൾ ഡോക്ടർ ബേണർ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും അവൾ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. പക്ഷേ അവൾ അയാളെ കൊല്ലാതെ വെറുതെ വിടുന്നു. 11 തൻ്റെ സൈക്കിക് പവർ ഉപയോഗിച്ച് തൻ്റെ ഫ്രണ്ട്സ് അപകടത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. അവൾ ഗ്യാങ് ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നു. അപ്സൈഡ് ഡൗണിൽ നിന്നും ഭീകരജീവികൾ പോർട്ടൽ വഴി ലാബിലേക്ക് വരുന്നു. വില്ലിനെ ഇഞ്ചക്ഷൻ വെച്ച് അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. പവർ ഓൺ ചെയ്യാൻ ബോബ് സെക്യൂരിറ്റി റൂമിലേക്ക് പോകുന്നു. ഡോക്ടർ സെക്യൂരിറ്റി ക്യാമറ നോക്കി അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അവിടുന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ ബോബിനെ ഡെമോഗോർഗൻ കൊല്ലുന്നു. അങ്ങനെ അവരെല്ലാം വില്ലിൻ്റെ വീട്ടിലെത്തുന്നു. മൈൻഡ് ഫ്ലെയർ ആണ് ഡെമോഗോർഗനെ മൊത്തം നിയന്ത്രിക്കുന്നതെന്ന് ഡസ്റ്റിൻ കണ്ടെത്തുന്നു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നു. ഡെമോഗോർഗൻ അവരെ കണ്ടെത്തി എന്ന് അവർ തിരിച്ചറിയുന്നു. എന്നാൽ ഡെമോഗോർഗനെ കൊന്നു വലിച്ചെറിഞ്ഞ് 11 റൂമിലേക്ക് കയറി വരുന്നു. പോർട്ടൽ അടയ്ക്കാൻ തനിക്ക് കഴിയുമെന്ന് 11 അവരോട് പറയുന്നു. എന്നാൽ വിൽ ഇപ്പോഴും അപ്സൈഡ് ഡൗൺ പൊസസ്ഡ് ആയതിനാൽ അവർ ആശങ്കയിലാകുന്നു. ചൂട് ഇഷ്ടമില്ലാത്ത വില്ലിനെ ഹീറ്ററിനടുത്ത് വെച്ചതും ഷാഡോ മോൺസ്റ്റർ വില്ലിന്റെ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്നു. സ്റ്റീവിനെ കുട്ടികൾക്കൊപ്പമാക്കി ഹോപ്പർ 11നെയും കൂട്ടി പോർട്ടൽ അടയ്ക്കാൻ പോകുന്നു. ഡെമോഗോർഗനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പിള്ളേർ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുന്നു. മാക്സിനെ കൂട്ടാൻ വന്ന ബില്ലിയെ സ്റ്റീവും മാക്സും ചേർന്ന് തല്ലി കീഴടക്കി ബില്ലിയുടെ കാറെടുത്ത് മത്തങ്ങത്തോട്ടത്തിലേക്ക് പോകുന്നു. സ്റ്റീവ് ടണൽ കത്തിക്കുന്നു. ലാബിലെ ഡെമോഗോർഗൻ മൊത്തം ടണലിലേക്ക് തിരിച്ചു പോകുന്നു. എന്നാൽ അവിടെ ഡെമോഗോർഗൻ മൊത്തം വീണ്ടും തിരിച്ച് ലാബിലേക്ക് ഓടുന്നു. കാരണം 11 അപ്പോഴേക്കും പോർട്ടൽ ക്ലോസ് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. പോർട്ടലിൽ നിന്നും പുറത്തു വന്ന മൈൻഡ് ഫ്ലെയറിനെ 11 കീഴടക്കുന്നു. ഡെമോഗോർഗൻ എല്ലാം നശിക്കുന്നു. ഡിറ്റക്റ്റീവ് മുറെ ലാബ് പൂട്ടിക്കുന്നു. മിഡിൽ സ്കൂൾ ഡാൻസിൽ ലൂക്കസ് മാക്സിന് സെറ്റാവുന്നു. പോലീസിന്റെ ക്ലിയറൻസ് കിട്ടിയ 11 മൈക്കിനൊപ്പം ഡാൻസ് ചെയ്യുന്നു. ഡസ്റ്റിന് നാൻസി കമ്പനി കൊടുക്കുന്നു. അപ്സൈഡ് ഡൗണിൽ മൈൻഡ് ഫ്ലെയർ പ്രതികാരത്തിന് കാത്തിരിക്കുന്നിടത്ത് സീസൺ 2 അവസാനിക്കുന്നു. സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 3. വേനൽ അവധിയുടെ തുടക്കം. ഡസ്റ്റിൻ വേനൽ ക്യാമ്പിൽ നിന്നും മടങ്ങി വരുന്നു. അവൻ തൻ്റെ ലവറായ സൂസിയുമായി റേഡിയോ വഴി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ കണക്ഷൻ കിട്ടുന്നില്ല. അതേസമയം മൈക്കും 11നും തമ്മിലുള്ള അടുത്ത ബന്ധം ഹോപ്പറെ അസ്വസ്ഥനാക്കുന്നു. റൂമിലെ ഡോർ എപ്പോഴും 3 ഇഞ്ച് തുറന്നിടണമെന്ന നിയമം ഹോപ്പർ കൊണ്ടുവരുന്നു. നാൻസിയും ജോനാഥനും ഒരു പത്രത്തിൽ ജോലി ചെയ്യുന്നു. സ്റ്റീവ് റോബിനൊപ്പം ഒരു ഐസ്ക്രീം പാർലറിൽ ജോലി ചെയ്യുന്നു. ഇതേസമയം റഷ്യൻ സൈനികർ അപ്സൈഡ് ഡൗൺ തുറക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടങ്ങുന്നു. നാൻസിയുടെ അമ്മ മിസിസ് വീലർ ബില്ലിയുമായി സൗഹൃദത്തിലാവുന്നു. ബില്ലിയുടെ കാർ രാത്രിയിൽ കേടാവുകയും അവിടെ വെച്ച് ഏതോ ജീവി ബില്ലിയെ ഫാക്ടറിക്കുള്ളിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നു. ജോയ്സ് ഹോപ്പറിന് പാരന്റൽ അഡ്വൈസ് കൊടുക്കുന്നു. എന്നാൽ ഹോപ്പർ ഈ റിലേഷൻ നിർത്താൻ മൈക്കിനെ ഭീഷണിപ്പെടുത്തുന്നു. മൈക്ക് തന്നെ അവോയ്ഡ് ചെയ്തതിനാൽ 11 മാക്സിനൊപ്പം സമയം ചെലവഴിക്കുന്നു. ഹോപ്പർ ജോയ്സിനെ ഒരു ഡേറ്റിന് ക്ഷണിക്കുന്നു. എന്നാൽ ജോയ്സ് മാഗ്നറ്റുകൾ വീടുകളിൽ പ്രവർത്തിക്കാതെ പോയതായി സയൻസ് ടീച്ചറായ ക്ലാർക്കിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതിൻ്റെ തിരക്കിൽ ഡേറ്റിങ്ങിന്റെ കാര്യം മറന്നു പോകുന്നു. ആരോ എന്തോ പരീക്ഷണങ്ങൾ ഇവിടെ നടത്തുന്നുണ്ടെന്ന് ജോയ്സ് ഹോപ്പറിനോട് പറയുന്നു. ലാബ് പരിശോധിക്കുന്നതിനിടെ ഹോപ്പറിനെ ഒരു അജ്ഞാതൻ ആക്രമിക്കുന്നു. ജോയ്സിന്റെ സംശയം ശരിയാണെന്ന് ഹോപ്പറിന് മനസ്സിലാവുന്നു. സൂസിയുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഡസ്റ്റിൻ റേഡിയോയിൽ റഷ്യൻ സംഭാഷണങ്ങൾ കേൾക്കുന്നു. ഡസ്റ്റിൻ ഐസ്ക്രീം പാർലറിലെത്തി സ്റ്റീവിന്റെ സഹായം ആവശ്യപ്പെടുന്നു. റോബിന് റഷ്യൻ ഭാഷ അറിയുന്നതിനാൽ അവർ സംഭാഷണം ഡീകോഡ് ചെയ്യുന്നു. അവർ ജോലി ചെയ്യുന്ന മാളിന് ഇതുമായി ബന്ധമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. നാൻസിയും ജോനാഥനും റാബിറ്റ് ബാറ്റ്സ് എന്ന ജീവിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. ബില്ലി തൻ്റെ കൊളീഗിനെ മൈൻഡ് ഫ്ലെയർ ഇൻഫെക്റ്റഡ് റാറ്റ്സിന് മുമ്പിൽ ഇട്ടുകൊടുക്കുന്നു. മാക്സും 11ന്റെ സൈക്കിക് പവർ ഉപയോഗിച്ച് ബോയ്സിനെ രഹസ്യമായി നിരീക്ഷിക്കുന്നു. അതിനിടയിൽ 11 ബില്ലിയിൽ എന്തോ ദുരൂഹത അനുഭവപ്പെടുന്നു. ബില്ലിയെ നേരിട്ട് കണ്ടപ്പോൾ അവർക്കെല്ലാം നോർമലായി തോന്നിയെങ്കിലും അവർ അവിടുന്ന് പോയതും അവളുടെ പേരൻസിനെ അറ്റാക്ക് ചെയ്യുന്നു. ഓരോ ബോഡിയും പൊസസ് ചെയ്ത് മൈൻഡ് ഫ്ലെയർ ശക്തനായിക്കൊണ്ടിരിക്കുന്നു. ബില്ലിയെ അവർ ഒരു റൂമിൽ ട്രാപ്പാക്കി അവിടുത്തെ ടെമ്പറേച്ചർ കൂട്ടുന്നു. അവൻ മൈൻഡ് ഫ്ലെയറിന്റെ നിയന്ത്രണത്തിലാണെന്ന് അവർ തിരിച്ചറിയുന്നു. ബില്ലി അതിശക്തിയോടെ അവരെ ആക്രമിക്കുന്നു.
11 തൻ്റെ ശക്തി ഉപയോഗിച്ച് അവനെ തടയുന്നു. ഡസ്റ്റിൻ, സ്റ്റീവ്, റോബിൻ എന്നിവർ ചേർന്ന് റഷ്യൻ പ്ലാൻ പൊളിക്കാനുള്ള ശ്രമം തുടരുന്നു. ലൂക്കസിൻ്റെ സഹോദരിയായ എറിക്ക അവരുടെ സംഘത്തിൽ ചേരുന്നു. ഒടുവിൽ അവർ മാളിനടിയിൽ ഒരു റഷ്യൻ ബേസ് ഉണ്ടെന്ന് കണ്ടെത്തുന്നു. റഷ്യൻ നാസികൾ മേയറിനെ പണം കൊടുത്ത് വശത്താക്കി അവിടെ ഒരു ബേസ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ടെന്ന് ഹോപ്പർ കണ്ടെത്തുന്നു. ലാബിലെത്തിയ ഹോപ്പറിനെ ആ അജ്ഞാതൻ വീണ്ടും ആക്രമിക്കുന്നു. ഹോപ്പർ അവിടെയുള്ള ഒരു ഡോക്ടറിനെയും കൊണ്ട് ലാബിൽ നിന്നും രക്ഷപ്പെടുന്നു. ഒടുവിൽ അവർ 3 പേരും ഡിറ്റക്റ്റീവ് മുറയുടെ അടുത്തെത്തുന്നു. സ്റ്റീവും ടീമും നാസികളുടെ പോർട്ടൽ തുറക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് അറിയുന്നു. അതിനിടയിൽ സ്റ്റീവിനെയും റോബിനെയും റഷ്യക്കാർ പിടികൂടി മയക്കുമരുന്ന് നൽകി ചോദ്യം ചെയ്യുന്നു. ഡസ്റ്റിനും എറിക്കയും അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. നാൻസിയും ജനാദനും പിള്ളേരോടൊപ്പം ഹോസ്പിറ്റലിൽ എത്തുകയും അവിടെ വെച്ച് അവരുടെ ബോസ് മൈൻഡ് ഫ്ലെയറിൻ്റെ നിയന്ത്രണത്തിലായ വിവരം അറിയുന്നു. അയാളുടെ ശരീരത്തിൽ നിന്നും മറ്റൊരു ഭീകരജീവി രൂപപ്പെടുന്നു. 11 ആ ജീവിയെ കീഴടക്കുന്നു. 11 തൻ്റെ സൈക്കിക് പവർ ഉപയോഗിച്ച് ബില്ലിയുടെ മനസ്സിൽ നിന്നും മൈൻഡ് ഫ്ലെയറിൻ്റെ ഉത്ഭവം കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ഭീകരജീവി അവരെ ആക്രമിക്കുന്നു. അവരവിടെ നിന്നും രക്ഷപ്പെട്ട് മാളിലെത്തുന്നു. ഇതേ സമയം ഹോപ്പറും ടീമും കുട്ടികളെ തേടി ഫൺഫെയർ പരിപാടി നടക്കുന്നിടത്തെത്തുന്നു. എന്നാൽ അവിടെ വെച്ച് ആ അജ്ഞാതൻ ഡോക്ടറെ കൊല്ലുന്നു. അജ്ഞാതനുമായുള്ള ഫൈറ്റിനിടയിൽ ഹോപ്പറും ടീമും അവിടുന്ന് രക്ഷപ്പെട്ട് മാളിലെത്തുന്നു. തൻ്റെ കാലിൽ കയറിയ മൈൻഡ് ഫ്ലെയർ പീസിനെ 11 പുറത്തെടുക്കുന്നു. അപ്പോൾ ഹോപ്പറും ടീമും അവരുടെ അടുത്തേക്ക് എത്തുന്നു. ഹോപ്പറും ജോയ്സും പോർട്ടൽ അടയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഡസ്റ്റിനും ടീമും റേഡിയോ സിഗ്നൽ വഴി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ഒരു കുന്നിന് മുകളിലെത്തുന്നു. ബാക്കിയുള്ളവർ ബില്ലിയെയും ഭീകരജീവിയെയും നേരിടാൻ തയ്യാറെടുക്കുന്നു. പെട്ടെന്ന് മൈൻഡ് ഫ്ലെയർ മാളിൻ്റെ ചില്ല് തകർത്ത് അകത്തേക്ക് വരുന്നു. അവർ മൈൻഡ് ഫ്ലെയറിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു. ഭീകരജീവിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടെ ബില്ലി അവരെ തടയാൻ ശ്രമിക്കുന്നു. സ്റ്റീവ് അവിടെ രക്ഷകനായി മാറുന്നു. ഹോപ്പറും ടീമും നാസികളെ കൊന്ന് അവരുടെ യൂണിഫോം ധരിച്ച് ലാബിലേക്ക് കയറുന്നു. പോർട്ടൽ ഡോറിൻ്റെ സീക്രട്ട് കോഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമ്പറാണ്. ആ നമ്പർ കിട്ടാൻ ഡസ്റ്റിൻ സൂസിയെ വിളിക്കുകയും എന്നാൽ തന്നെ വിളിക്കാത്തതിൻ്റെ പിണക്കം മാറാൻ ഒരുമിച്ചൊരു പാട്ട് പാടിയ ശേഷം സൂസി അവർക്ക് പ്ലാങ്ക് കോൺസ്റ്റന്റ് നമ്പർ പറഞ്ഞു കൊടുക്കുകയും അവർ ഉള്ളിൽ കയറുകയും ചെയ്യുന്നു. ബില്ലി 11 ആക്രമിച്ച് അവളെ ഭീകരജീവിക്ക് ഇട്ടുകൊടുക്കുന്നു. എന്നാൽ പിള്ളേർ പടക്കമെറിഞ്ഞ് ഭീകരജീവിയെ ആക്രമിക്കുന്നു. ബില്ലി മൈൻഡ് ഫ്ലെയറിൻ്റെ നിയന്ത്രണത്തിലായിരുന്നെങ്കിലും അവസാനം മനുഷ്യ മനസ്സിലേക്ക് തിരികെ വരുന്നു. അവൻ 11 രക്ഷിക്കാനായി തൻ്റെ ജീവൻ ത്യജിക്കുന്നു. ഇതേ സമയം ഹോപ്പർ അജ്ഞാതനെ കൊല്ലുന്നു. ജോയ്സും ഹോപ്പറും റഷ്യൻ മെഷീൻ നിർത്താൻ ശ്രമിക്കുന്നു. കവാടമടയ്ക്കുന്നതിന് മുമ്പ് ഹോപ്പർ അതിൽ കുടുങ്ങിപ്പോകുന്നു. ഒടുവിൽ കവാടമടഞ്ഞു. മൈൻഡ് ഫ്ലെയർ നശിക്കുന്നു. ബയേഴ്സ് കുടുംബവും 11 ചേർന്ന് ഹോക്കിൻസ് വിടുന്നു. 11 കൂപ്പറിൻ്റെ ഇമോഷണൽ കത്ത് വായിക്കുന്നു. സുഹൃത്തുക്കൾ തമ്മിൽ ഹൃദയഭേദകമായ വിടവാങ്ങൽ. പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നാസികളുടെ സെല്ലിൽ ഡെമോഗോർഗനെ കാണിക്കുന്നിടത്ത് 3ാം സീസൺ അവസാനിക്കുന്നു. സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 4. ഹൈസ്കൂൾ കാലഘട്ടം. ഡസ്റ്റിനും മൈക്കും എഡ്ഡി മൻസന്റെ ഹെൽഫയർ ക്ലബ് എന്നു പേരുള്ള D&D ഗ്രൂപ്പിൽ കളിക്കുന്നു. ലൂക്കസ് ബാസ്കറ്റ്ബോൾ ടീമിൽ ചേർന്നതിനാൽ എറിക്കയും അവരുടെ ഗ്രൂപ്പിലുണ്ട്. എഡ്ഡിയുടെ കൺമുന്നിൽ വെച്ച് ക്രിസ്റ്റി എന്ന ചിയർ ലീഡർ പെൺകുട്ടി കൊല്ലപ്പെടുന്നു. എല്ലാവരും ക്രിസ്റ്റിയുടെ മരണത്തിന് എഡ്ഡിയെ കുറ്റപ്പെടുത്തുന്നു. ബില്ലിയുടെ മരണത്തിന്റെ വേദനയിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മാക്സിന് വീട്ടിൽ ഒരു അജ്ഞാത സാന്നിധ്യം അനുഭവപ്പെടുന്നു. അവൾ ഡസ്റ്റിനെയും കൂട്ടി സ്റ്റീവിൻ്റെയും റോബിൻ്റെയും സഹായം തേടുന്നു. അതിനിടെ അവർ എഡ്ഡിയെ രക്ഷപ്പെടുത്തി ഒളിപ്പിക്കുന്നു. അവരുടെ സംഭാഷണങ്ങൾക്കൊടുവിൽ ക്രിസ്റ്റിയെ കൊന്നത് വെക്കിനാണെന്ന് അവർ കണ്ടെത്തുന്നു. കാലിഫോർണിയയിലെ സ്കൂളിൽ വെച്ച് 11 റാഗിങ്ങിനിരയാവുന്നു. 11 ശക്തി നഷ്ടപ്പെട്ടതിനാൽ അവൾക്ക് പ്രതികരിക്കാൻ കഴിയാതെ വരുന്നു. മൈക്ക് കാലിഫോർണിയയിൽ അവരെ വിസിറ്റ് ചെയ്യുന്നു. ജൊനാഥൻ ആർഗേൽ എന്ന ഫ്രണ്ടിനൊപ്പമാണ്. ജോയ്സിന് റഷ്യയിൽ നിന്ന് ഒരു വിചിത്രമായ പാഴ്സൽ ലഭിക്കുന്നു. അതിൽ ഹോപ്പർ ജീവനോടെ ഉണ്ടെന്ന സന്ദേശം കിട്ടുന്നു. ജോയ്സ് ഡിറ്റക്റ്റീവ് മുറയുടെ സഹായം തേടുകയും അവർ ഹോപ്പറിനെ രക്ഷിക്കാൻ എൻസോ എന്ന പ്രിസൺ ഓഫീസറുമായി ഡീൽ ചെയ്യുന്നു. അങ്ങനെ അവർ എൻസോയുടെ നിർദ്ദേശപ്രകാരം യൂറിയുടെ അടുത്തെത്തുന്നു. പണം കിട്ടിയപ്പോൾ യൂറി എൻസോയെ ചതിക്കുകയും അവർ തിരികെ ജയിലിലാവുകയും ചെയ്യുന്നു. നാൻസിയും റോബിനും അന്വേഷണത്തിനൊടുവിൽ വിക്ടർ ക്രീലിനെ കുറിച്ചറിയുന്നു. വിക്ടർ അവരുടെ ട്രാജഡി സ്റ്റോറി അവരോട് പറയുന്നു.
മാക്സ് ബില്ലിയുടെ കല്ലറയ്ക്കരികിൽ ഇരിക്കുന്നതിനിടെ വെക്കിന അവളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അവളുടെ സുഹൃത്തുക്കൾ അവളെ രക്ഷിക്കാൻ അവളുടെ പ്രിയപ്പെട്ട പാട്ടായ റണ്ണിങ് അപ്പ് ദാറ്റ് ഹിൽ വാക്ക്മാനിൽ പ്ലേ ചെയ്ത് അവളെ ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുന്നു. ഇതേ സമയം ഗേ ആയ വില്ലിന് മൈക്കിനോട് അട്രാക്ഷൻ തോന്നുകയും അത് തുറന്നു പറയാനാവാതെ അവൻ സങ്കടത്തിലാവുകയും ചെയ്യുന്നു. മാളിൽ വെച്ച് വീണ്ടും റാഗിങ്ങിൽ നേരിട്ടപ്പോൾ 11 പ്രതികാരമായി സ്കേറ്റ് വെച്ച് അവളെ അടിക്കുന്നു. പോലീസ് 11നെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അവർ പോലീസല്ല, CIA ആയിരുന്നു. 11നെ കൊല്ലാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടെന്നും ഞാൻ അവരിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും CIA ഓഫീസർ ഓവൻ അവളോട് പറയുന്നു. ഓവൻ അവളെ പ്രൊജക്ട് നീനയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. അവിടെ വെച്ച് അവൾ മരിച്ചുവെന്ന് കരുതിയ പാപ്പയെ കാണുന്നു. ബ്രണ്ണൻ അവളോട് ക്ഷമ ചോദിക്കുന്നു. 11 അവളുടെ ശക്തി തിരികെ കിട്ടാൻ പ്രൊജക്ടിന്റെ ഭാഗമാകുന്നു. CIയുടെ ഹൗസ് അറസ്റ്റിലായ മൈക്കും ഗാങ്ങും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നീന പ്രൊജക്ട് ടീമുമായി ബന്ധപ്പെടാൻ അവർ ഡസ്റ്റിന്റെ ഗേൾഫ്രണ്ടായ സൂസിയുടെ ഹാക്കിംഗ് സഹായം തേടുന്നു. സ്റ്റീവും ഗാങ്ങും വെക്നയുടെ കൊലപാതകങ്ങളുടെ പാറ്റേൺ അന്വേഷിക്കാൻ ക്രീലിന്റെ വീട് സന്ദർശിക്കുന്നു. അവർ വെക്നയുടെ അപ്സൈഡ് ഡൗണിലെ പ്രസൻസ് കണ്ടെത്തുന്നു. എഡ്ഡിയെ പിന്തുടരുന്നതിനിടെ ഒരു പയ്യനെ പുഴയിൽ വെച്ച് വെക്ന അപ്സൈഡ് ഡൗണിലേക്ക് കൊണ്ടുപോകുന്നു. വെക്നയുടെ കൊലപാതകങ്ങൾ നടക്കുന്നിടത്ത് അപ്സൈഡ് ഡൗൺ പോർട്ടൽ ഫോം ചെയ്യുന്നുണ്ടെന്ന് ഡസ്റ്റിൻ കണ്ടെത്തുന്നു. അങ്ങനെ സ്റ്റീവ് പുഴയിൽ മുങ്ങി അപ്സൈഡ് ഡൗണിൽ എത്തുന്നു. അവിടെ സ്റ്റീവിനെ മറ്റു ജീവികൾ ആക്രമിക്കുകയും മറ്റുള്ളവർ അവിടെ എത്തി സ്റ്റീവിനെ രക്ഷിക്കുന്നു. അവിടെയുള്ള നാൻസിയുടെ വീട്ടിലേക്ക് അവർ ഗണ്ണെടുക്കാൻ എത്തുന്നു. അവിടെ വെച്ച് സ്റ്റീവ് ആദ്യ സീസണിൽ ജോയ്സ് ചെയ്ത പോലെ ലൈറ്റ് ഉപയോഗിച്ച് റിയൽ വേൾഡിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ടെക്നിക്ക് ഡസ്റ്റിൻ തിരിച്ചറിയുകയും അവരെ തിരിച്ച് റിയൽ വേൾഡിലേക്ക് എത്തിക്കാൻ ശ്രമം ആരംഭിക്കുന്നു. എന്നാൽ വെക്ന ഇത് തിരിച്ചറിയുകയും നാൻസിയെ വശീകരിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം 11 തൻ്റെ ഭൂതകാല ഓർമ്മകളിലേക്ക് പോകുന്നു. 11 ലാബിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവിടെയുള്ള ഒരു ചെക്കൻ്റെ ട്രാക്കിംഗ് ചിപ്പ് നശിപ്പിക്കാൻ സഹായിക്കുന്നു. എന്നാൽ അത് അവൻ്റെ പവർ ഡിസേബിൾ ചെയ്യാനുള്ള ഡിവൈസ് ആയിരുന്നു. അവനാണ് നമ്പർ 1. അവൻ എല്ലാവരെയും കൊല്ലുന്നു. ഇതേ സമയം ക്രീലിൻ്റെ ട്രാജഡിക്ക് പിന്നിൽ ഹെൻറി ക്രീലാണെന്ന് നാൻസി കണ്ടെത്തുന്നു. ഹെൻറി പിന്നീട് ലാബിലെത്തുകയും അവന് നമ്പർ 1 പേര് കിട്ടുകയും ചെയ്യുന്നു. അവൻ്റെ ഭീകരമായ ശക്തി കണ്ടപ്പോൾ 11 അവനെ തടയാൻ ശ്രമിക്കുകയും അവനെ അപ്സൈഡ് ഡൗൺ ലോകത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അവൻ ഭീകരനായ വെക്നയായി രൂപം മാറുന്നു. 4ാമത്തെ കൊലപാതകം കൂടി നടത്തിയാൽ വെക്നയ്ക്ക് റിയൽ വേൾഡിലേക്ക് കടക്കാനാകുമെന്ന് അവർ മനസ്സിലാക്കുന്നു. അവർ മാക്സിനെ വെച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. 11 ശക്തി തിരികെ കിട്ടുകയും അവളെ കൊല്ലാൻ വരുന്ന ആളുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടെ പാപ്പ കൊല്ലപ്പെടുന്നു. 11 അവരെ കൊല്ലുകയും അവിടെ വെച്ച് മൈക്കും ഗാങ്ങുമായി റീയുണൈറ്റ് ചെയ്യുന്നു. അവർ വെക്നയുമായി കണക്ട് ചെയ്യാനുള്ള പദ്ധതികൾ ആരംഭിക്കുന്നു. ജോയ്സും മുറയും റഷ്യയിലേക്ക് ഹോപ്പറിനെ രക്ഷിക്കാൻ പോകുന്നു. ജയിലിൽ വെച്ച് ഹോപ്പറിനെ കാണുകയും അവിടെ വെച്ച് ഡെമോഗോർഗനെ ആക്രമിച്ച് കീഴടക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നും CIA ഹോപ്പറിനോട് 11ന്റെ കാര്യങ്ങൾ അറിയിക്കുന്നു. വെക്നയെ പുറത്തു കൊണ്ടുവരാൻ മാക്സ് ശ്രമിക്കുന്നു. വെക്നയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ സ്റ്റീവും ഗാങ്ങും അപ്സൈഡ് ഡൗണിലെ വെക്നയുടെ വീട്ടിലേക്ക് പോകുന്നു. വെക്നയുടെ വീട്ടിലെ വവ്വാലുകളെ ഓടിക്കാൻ എഡ്ഡി മൻസൺ അവിടെ ഗിറ്റാർ കൊണ്ട് ഒരു മ്യൂസിക് കോൺസേർട്ട് നടത്തുന്നു. എന്നാൽ അവിടെ വീണ്ടും അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇതിനിടയിൽ വെക്ന മാക്സിനെ കണ്ടെത്തി അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ 11 മാക്സിന്റെ രക്ഷയ്ക്കെത്തുന്നു. 11 മൈൻഡ് ഫൈറ്റിൽ വെക്നയെ നേരിടുന്നു. അപ്സൈഡ് ഡൗണിൽ എത്തിയ ശേഷം വെക്ന മൈൻഡ് ഫ്ലെയറിനെ കീഴടക്കിയ കാര്യം അവരറിയുന്നു. ഹോപ്പർ ഡെമോഗോർഗനെ മൊത്തം കൊല്ലുകയും സ്റ്റീവും ടീമും വെക്നയുടെ വീട്ടിൽ ബോഡി തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നു. ഫൈറ്റിനൊടുവിൽ 11 ജയിച്ചെങ്കിലും മാക്സ് കോമയിലാവുന്നു. ഇതിനിടയിൽ എഡ്ഡി മരിക്കുകയും ഹോക്കിങ്സിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി അപ്സൈഡ് ഡൗണിൽ നിന്നും റിയൽ വേൾഡിലേക്ക് ഒരു പോർട്ടൽ തുറക്കപ്പെടുന്നു. അവസാനം ഹോപ്പർ, ജോയ്സ്, മുറേ എന്നിവർ റഷ്യയിൽ നിന്ന് മടങ്ങിയെത്തുന്നു. 11ഉം ഹോപ്പറും വീണ്ടും കണ്ടുമുട്ടുന്നു. ഇമോഷണൽ റീയൂണിയൻസ്. പക്ഷേ പട്ടണം അപകടത്തിലാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. അപ്സൈഡ് ഡൗണിലെ പൊടിപടലങ്ങൾ റിയൽ വേൾഡിൽ കാണപ്പെടുന്നു. ഹോക്കിങ്സിന്റെ ആകാശത്ത് ഇരുണ്ട മേഘങ്ങൾ. അപ്സൈഡ് ഡൗൺ റിയൽ വേൾഡിലേക്ക് വരുന്നിടത്ത് 4ാം സീസൺ അവസാനിക്കുന്നു. എന്താണ് സ്ട്രേഞ്ചർ തിങ്സ് ഫൈനൽ സീസണെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ഇറ്റ്സ് മീ മല്ലു സിനിഫൈൽ സൈനിങ് ഓഫ്.